അവനൊരു സൗണ്ട് കേട്ട് അവന് ഉണർന്ന് വരുമ്പോഴേക്കും അവനെയും കൊണ്ട് പോവുക ചെയ്തത്. അവനൊരു മരത്തിൽ തൂങ്ങി പിടിച്ചിട്ട് രക്ഷപ്പെടുക ചെയ്തത്. ഞങ്ങളെ കൂടുള്ളവരെല്ലാം പോയി, നാടേ പോയി. വെള്ളത്തിൽ പോവുക, ഞാൻ എവിടേക്കാണ് പോകണത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന 3 എണ്ണം. ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ. നമ്മളീ കണ്ടത് ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമമില്ലാതായ കഥ. ലോകത്ത് എവിടെയാണെങ്കിലും അല്പമെങ്കിലും മനുഷ്യത്വം ശേഷിച്ചിട്ടുള്ളവരുടെ ചോര ഉറഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ. നിസ്സഹായതയുടെ പരകോടിയിൽ ബന്ധുക്കളുടെ ശരീരഭാഗങ്ങളെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു പിടി ആളുകൾ. അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് പറഞ്ഞു പരിചയപ്പെടുത്താൻ അറിയാത്ത പ്രായത്തിലുള്ള കുരുന്നുകൾ. നുറുങ്ങിയ ശരീരവുമായി ജീവിതത്തിലേക്ക് പിടിച്ചു കയറിയവർ. കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കരളിൽ കനലാവുകയാണ് വയൽനാട്. കാലാവസ്ഥാ വ്യതിയാനം ദേശഭാഷാ ഭേദമില്ലാതെ എല്ലാവരെയും സംഹരിക്കുന്ന കാലത്ത് കടുത്ത നടപടിക്ക് മടിച്ചു നിൽക്കണോ? ഓരോ തവണയും പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ജീവനും സ്വത്തും കവർന്നു പോകുമ്പോഴുണ്ടാകുന്ന ആർത്തനാദങ്ങളും ആവലാതികളും ആകുലതകളും ഒക്കെ ദുരന്തത്തിന്റെ ചൂടുമായുമ്പോൾ തണുത്തു പോകുന്നു. ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം അതിൽ അഭിരമിച്ച് അതിനുശേഷം വേണ്ട നടപടി ഉറപ്പാക്കാൻ സാധിക്കാത്ത ജനങ്ങളുടെ കൂട്ടമാകുന്നു നമ്മൾ. ജീവനും സ്വത്തിനുമുള്ള അവകാശം ഓരോ പൗരനും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ്. ദുരന്തമുണ്ടാകുമ്പോൾ പരസ്പരം കൈചൂണ്ടി ആക്രോശിച്ച് കുറ്റാരോപണം നടത്തുന്നതിലുപരി പരിഹാരങ്ങളിലേക്ക് കൂട്ടായ പ്രവർത്തനം നടത്താൻ നമുക്കാകാതെ പോകുന്നുണ്ടോ? വരി നിന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും വരി നിന്ന് വോട്ട് ചെയ്യുന്നതിലും മാത്രം ഒതുങ്ങുന്നു നമ്മുടെ പൗരബോധം. പൊരിവെയിലത്ത് വരി നിന്ന് ഭരണത്തിലേറ്റിയവരെ പരിസ്ഥിതി കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശരിയായ നയങ്ങൾ രൂപീകരിക്കാനും അത് നടപ്പാക്കാനും പ്രേരിപ്പിക്കേണ്ടതാര്? ദുരന്തകാലത്തെ വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് ഉയരേണ്ട ഭരണകൂടവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും ജനങ്ങളും. മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ടതെന്തൊക്കെ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഉള്ളുപൊട്ടി വയനാട്. ഇന്നത്തെ എൻ്റെ അതിഥികൾ: സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരുവിലെ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഹസാർഡ് സയൻസസ് ഡോക്ടർ ഷിബു കെ മാണി, മലയാളി കമ്മ്യൂണിറ്റി നേതാവും മുൻ ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയൻ വൈസ് പ്രസിഡന്റുമായ ബിനോയ് തോമസ്, കർണാടക പ്രദേശ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും മലയാളി കമ്മ്യൂണിറ്റി നേതാവും ഫുക്കാന റീജിയണൽ വൈസ് പ്രസിഡന്റുമായ ജോൺസൺ തങ്കച്ചൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ഡോക്ടർ ഷിബു കെ മാണിയിലേക്കാണ്. ഡോക്ടർ ഷിബു കെ മാണി, ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ, പ്രളയം, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾക്കൊക്കെ വളമിടുന്നത് നമ്മൾ തന്നെയാണോ? മറ്റൊന്ന്, ഇത്തരത്തിലുള്ള പല പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഒക്കെ ഒരു സൂചന മാത്രമായി നമുക്ക് കാണാമോ? അത് തീർച്ചയായിട്ടും അത് കാണാം, ആ രീതിയിൽ കാണാം. ഇപ്പോൾ ഇത് ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ ഇനി സംഭവിക്കാനിരിക്കുന്ന പല മേഖലകളും വെസ്റ്റേൺ ഗട്ട്സിലുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇൻഡിക്കേഷനാണ്. ഈ ഇൻഡിക്കേഷൻ നമുക്ക് 4-5 വർഷമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് ഇനിയും സംഭവിക്കാം. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് പ്രകൃതിയെ യാതൊരു തരത്തിലും കൺസിഡർ ചെയ്യാതെ പലതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് ക്വാറികളുണ്ട്, റിസോർട്ടുകളുണ്ട്. അപ്പോൾ ടൂറിസം മേഖലയിലെ വികസനം എന്ന പേരിൽ, പ്രാദേശിക ടൂറിസം വികസനം എന്ന പേരിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രകൃതി ദുരന്തത്തിലേക്ക് നയിക്കുന്നു? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ഒരു നിസ്സഹായതയുടെ പരകോടിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് കാണുന്നത്. എത്ര നാൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? ഇത്തരത്തിലുള്ള ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് വഴിതെളിക്കുന്നുണ്ടോ? ആദ്യമേ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊള്ളുന്നു. രക്ഷാപ്രവർത്തനത്തിന് വളരെ സാഹസികമായി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയെ, അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. മരിച്ചു പോയവരൊന്നും തിരിച്ചു വരില്ല. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കഴിഞ്ഞ പ്രളയം 2018 കഴിഞ്ഞിട്ട് ഒരു 200 പരം ക്വാറികൾക്ക് തന്നെ
നമ്മുടെ ഗവൺമെന്റ് അനുമതി കൊടുത്തു. അത് പാടില്ല എന്ന് അറിഞ്ഞിട്ടും കേന്ദ്ര ഗവൺമെന്റിലൊക്കെ സമ്മർദ്ദം ചെലുത്തി തന്നെ ഇവര് ക്വാറികള് ലൈസൻസ് നേടിക്കൊടുക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഈ പ്രളയങ്ങളൊക്കെ തുടർക്കഥയാകും. ഒരുപാട് ആൾക്കാർ മരിച്ചു പോകും, ഒരുപാട് ആൾക്കാർ ഒലിച്ചു പോകും. അത് നമ്മൾ തടയേണ്ട സമയം എത്തിയിരിക്കുന്നു. നമുക്ക് അതിനെ ഒരുമിച്ച് കൈയോർത്ത് പ്രവർത്തിക്കണം. ഈ അമേരിക്കൻ മണ്ണിൽ നിന്ന് എങ്കിലും ഒരു ശബ്ദം ഉയരണം. ഒന്നല്ല, ഒരുപാട് ശബ്ദങ്ങൾ ഉയരണം. മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് മുമ്പിൽ പോയിരുന്ന അത് മാത്രം പോരാ. നമ്മള് ഒരുമിച്ച് സംഘടിക്കണം. നമ്മുടെ ആ കേരളം എന്നും നിലനിൽക്കാനായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ശരി, ശ്രീ ജോൺസൺ തങ്കച്ചൻ, അങ്ങൊരു പ്രവാസി മലയാളിയാണ്. വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്നറിയില്ല മലയാളികൾ ഒന്നിച്ചു കൈകോർക്കുന്നു, ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. അത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മലയാളിയാണെങ്കിലും അതിൻ്റെ ഭാഗമാകുന്നു, ഒരു കൈത്താങ്ങാകുന്നു. പ്രവാസികൾക്ക് ഇതിൽ എത്രമാത്രം സഹായിക്കാനാകും? ഞാൻ പറയുന്നത് ഒരു ധനസഹായത്തിനപ്പുറമായി നമുക്കറിയാം പല പ്രവാസികളും ഇത്തരം കാര്യങ്ങളിൽ വളരെ അറിവുള്ളവരാണ്, അനുഭവ പരിചയമുള്ളവരാണ്. അപ്പോൾ പ്രവാസികളുടെ അറിവ്, അനുഭവ പരിചയം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താം? ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ പ്രവാസികൾക്ക് ഇത്തരം ദുരന്തത്തിൽ നമ്മുടെ നാടിനെ സഹായിക്കാനാകും? ക്രിസ്റ്റീന, ഈ ആമുഖത്തിൽ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അല്ലാതെ ഈ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരോ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആളുകളൊന്നും അല്ല ഇതിന്റെ യഥാർത്ഥ ഇരകൾ. വളരെ സാധാരണക്കാരായ ആളുകളാണ്. നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് ഈ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളല്ല. കാരണം ഉറ്റവര് മുന്നിൽ കൂടെ നഷ്ടപ്പെടുന്നവന്റെ വേദന, ഒരു ഇരുട്ടി വിളക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുന്നതിന്റെ വേദന, അത് ഒരാൾക്ക് മനസ്സിലാവുന്നതല്ല. നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. ഇതിന് പ്രോപ്പറായിട്ട് നമുക്ക് ദുരന്തങ്ങളെ ഒന്ന് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ടാവില്ല. പക്ഷേ ഇതിന് വേണ്ട ഒരു പ്രിക്കോഷൻസ് എടുക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. പക്ഷെ എനിക്ക് ഈ ദുരന്ത മുഖത്ത് വളരെ പോസിറ്റീവായിട്ട് ഒരു മലയാളി എന്ന നിലയിൽ ഏറ്റവും അഭിമാനം തോന്നിയത്, നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് എപ്പോഴും ഏത് ദുരന്ത മുഖത്തും നമ്മുടെ നാട്ടുകാർ ആയിട്ടുള്ള ആളുകളാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ജാതി മതസ്ഥരും, ഞാൻ കണ്ടു വിവിധ സംഘടനകളുടെ, വിവിധ മത സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ടീഷർട്ട് അണിഞ്ഞിട്ടുള്ള അനേകം ആളുകൾ അവിടെ വന്ന് പിന്നെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ നിമിഷം ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാനാകാത്തത് പലതും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഈ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് പ്രവാസികളായ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ക്രിസ്റ്റീന പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം അതിനെ വളരെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഒരു കൂട്ടം സാധാരണ മനുഷ്യരാണ്. കാരണം മലയാളിയുടെ സ്പിരിറ്റ് തീർച്ചയായും പല ദുരന്ത മുഖങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായങ്ങളുടെ പേരിലായാലും അവരുടെ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് കൊടുക്കുന്നതിന്റെ പേരിലായാലും കോവിഡിന്റെ കാലത്തോ വെള്ളപ്പൊക്കത്തിന്റെ കാലത്തൊക്കെ നമ്മൾ പ്രവാസ സമൂഹത്തിന്റെ ഒരു സഹകരണം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഈ ഒരു ദുരന്ത സമയത്തും ലോകത്താകമാനമുള്ള നല്ലവരായ മലയാളികൾ തീർച്ചയായും കൈത്താങ്ങുമായി മുന്നിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ, ഇപ്പോൾ US-ലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിൽ ഒരു ഫ്ലഡ് പ്രോൺ ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ, ഒരു അലേർട്ട് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നാടാണ് അമേരിക്ക. യു ആർ ട്രാവലിംഗ് ത്രൂ എ ഫ്ലഡ് സോൺ ഏരിയ എന്നൊക്കെ പറഞ്ഞ് പിന്നെ മൊബൈൽ അലേർട്സുകൾ കിട്ടുന്ന
ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അമേരിക്കയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഒരു മൊബൈൽ അലേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്നതിന് പ്രോപ്പറായിട്ട് ആളുകളെ കോഷൻ ചെയ്യാനോ ഒക്കെ ഉള്ള സംവിധാനങ്ങൾക്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. തീർച്ചയായും അങ്ങനത്തെയുള്ള സിസ്റ്റങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ ചിലപ്പോൾ നമ്മൾക്ക് ഇതിന്റെ ഒരു അളവ്, നമ്മൾക്ക് ഉണ്ടാവുന്ന ഡാമേജിന്റെ അളവ് വളരെ വളരെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ള ആളാണ് ഞാൻ. ഡോക്ടർ ഷിബു കെ മാണി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ആവശ്യം എത്രത്തോളമാണ്? മാത്രവുമല്ല, ഈ പറയുന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് ഉള്ളതായിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശം ആണെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന മേഖലകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ഒരു കൃത്യമായ ഡിസാസ്റ്റർ മാപ്പിംഗ്, കൃത്യമായ മുന്നറിയിപ്പ്, കൃത്യമായ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ പറയുന്ന ചിതറിത്തെറിക്കുന്ന മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളായി അലഞ്ഞു തിരിയുന്ന ബന്ധുക്കളും ഒക്കെ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രീയമായി നമ്മൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു റിക്കവറിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റെസ്പോൺസിന്റെ സമയത്ത് ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് USA-ലും ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് ഇന്ത്യയിലും അതിനെ വിളിക്കുന്നുണ്ട്. അപ്പം വാർണിംഗിന്റെ സമയത്ത് തന്നെ ഒരു IRS എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇവന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് സിസ്റ്റം അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവണം. ഇപ്പൊ 2 ദിവസത്തെ മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഇവാക്യുവേഷനുള്ള ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പം ഒരു തമിഴ്നാട് വെതർമാൻ അവര് കൃത്യമായിട്ട് ഇപ്പം അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തെ അടുപ്പിച്ച് കഴിഞ്ഞുള്ള മഴയ്ക്ക് ശേഷം, അതായത് 500 mm അത്രയും മഴ പെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്പൊ ഈ 2 ദിവസം ആ ദുരന്തം 2 ദിവസം ആ മഴ ഉണ്ടാകുമ്പോൾ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ആണ് വേണ്ടത്. അത് IRS. അപ്പം ഇൻസിഡൻസ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ ആണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ റെസ്പോൺസിൽ വേണ്ടത്. ഇനി മിറ്റിഗേഷൻ ഇതിനു മുമ്പ് ചെയ്യേണ്ടത്, മാപ്സ് ഒക്കെ ശരിക്കും റെഡിയാണ്. അതേസമയം ഈ മൈക്രോ സോണേഷൻ എന്നൊരു ഇതുണ്ട്. ഇപ്പൊ ലാൻഡ് സ്ലൈഡ് ഒരു സ്മോൾ സ്കെയിലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. ലാർജ് സ്കെയിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയാണ് അതിന്റെ പ്രശ്നം. എർത്ത്ക്വേക്കിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതേസമയം ലാൻഡ് സ്ലൈഡിൽ അത് ചെയ്യേണ്ടതാണ്. അത് ഉണ്ടാവാം, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വേണം. ഒരു സ്ഥലത്ത് മൈക്രോ സോണേഷനിൽ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റണം. അതുപോലെ ലാൻഡ് കൺസ്ട്രക്ഷൻ നമ്മൾ എവിടെ ചെയ്യണം, ദ ഹൗസസ് ഓൺ ദ സ്ലോപ്സ്, ബിൽഡിങ്സ് ഓൺ ദ സ്ലോപ്പ്, ഇത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു 22 ഡിഗ്രി അല്ലെങ്കിൽ 11 ഡിഗ്രിക്കൊക്കെ സ്ലോപ്പ് മുകളിലാണെങ്കിൽ അത് വളരെ സൂക്ഷിച്ചു വേണം അവിടെ കൺസ്ട്രക്ഷൻ എടുക്കാനായിട്ട്. അപ്പൊ അവിടെ കോഡ്സ് വരും, ബിൽഡിംഗ് കോഡ്സിന്റെ എക്സിക്യൂഷൻ വരും. ഇത് മിറ്റിഗേഷന്റെ കാര്യം. അതുപോലെ റെസ്പോൺസിന്റെ കാര്യം IRS ഞാൻ പറഞ്ഞു. മൂന്നാമത്തേത് റിക്കവറിയാണ്. എനിക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആവശ്യം ഒരു മലയാളി സമൂഹത്തിന്റെ ഒരു സപ്പോർട്ട് എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ റിക്കവറി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു സെക്ടറൽ ബേസ്ഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് സക്സസ് ആവാൻ വഴിയില്ല. ഹെൽത്ത് സെക്ടറുണ്ട്, അഗ്രികൾച്ചർ സെക്ടറുണ്ട്. വയനാടിന്റെ മൊത്തം റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പലപ്പോഴും മിസ്സാകും. അപ്പൊ അതുകൊണ്ട് US പ്രത്യേകിച്ച് സാറ് മുമ്പ് ജോൺസൺ സാർ പറഞ്ഞ പോലെ അവിടെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. നമുക്കിവിടെ ഇനി ഒരു റിക്കവറിക്ക് ഒരു പ്ലാനിങ് ആണ് വേണ്ടത്. ഈ റിക്കവറി പ്ലാൻ ഓൾറെഡി നമുക്ക് ഒരു ശക്തമായ രീതിയിൽ ഇല്ല ശരിക്കും. അപ്പം ഇനിയെങ്കിലും നമുക്ക് റിക്കവറി പ്ലാൻ വേണം. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ഉള്ള കാര്യം വേണം. അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ റിക്കവറിയാണ് എൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മിറ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, മിറ്റിഗേഷൻ സ്റ്റഡീസ് ഉണ്ട്, റിക്കവറി സ്റ്റഡിയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ 2019 മുതൽ നമ്മൾ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ കൊടകു, അതുപോലെ ഇപ്പൊ കൂട്ടിക്കൽ കഴിഞ്ഞ 2021 ഉണ്ടായതിന്റെ റിക്കവറി അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന്റെ പാറ്റേൺ
അവിടെ വേണ്ടത് പലതരത്തിലുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ വേണ്ടിയിരിക്കുന്നു. അവിടെ ഒന്ന് നോർമൽ റിക്കവറി വേണോ അതോ റെസിലിയന്റ് റിക്കവറി വേണോ? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോദാവരിയിൽ ആന്ധ്രാപ്രദേശില് നോർമൽ റിക്കവറിക്ക് വേണ്ടത് ഒരു 300 crore 300 കോടിയാണെങ്കിൽ അതിന്റെ റെസിലിയന്റ് റിക്കവറിക്ക് വേണ്ടത് ഒരു 1200 കോടിയാവും. അപ്പൊ ഈ റെസിലിയന്റ് റിക്കവറി ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നം ഉണ്ടാവും. വീണ്ടും ഒരു കാര്യം, ഈ റിസ്ക് ഇൻഫോംഡ് ഡിസിഷൻ ഇവിടെ വേണം. അതുകൊണ്ട് നല്ല റിസ്ക് അനാലിസിസ് ഇതിനകത്ത് വേണ്ടി വരും. ഹസാർഡ് അനാലിസിസ് ചെയ്തിട്ട് വേണം ഈവൻ ഒരു റിക്കവറിക്ക് മുന്നോട്ട് പോകാൻ. അതിനൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്താണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫേസസ്, ദി മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. ഇതാണ് ഒരു സയന്റിഫിക് തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഡിസാസ്റ്റർ പ്രോൺ ഏരിയയുടെ മാപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ മാപ്പ് ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്കറിയാം കേരളത്തിന്റെ എല്ലാ മേഖലകളും ഒരേപോലെ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഒന്നുമല്ല. കഴിഞ്ഞ വർഷം ഈരാറ്റുപേട്ടയിൽ ഒരു പ്രളയം, പെട്ടെന്നുണ്ടായ ഒരു പ്രളയമുണ്ടായ ആ മേഖല 100 വർഷത്തിന് മുമ്പ് അതേ സ്ഥലം അതേ രീതിയിൽ ഈ പറയുന്ന ഉരുൾപൊട്ടൽ വന്ന് പോയ ഒരു പ്രദേശമാണ്. അപ്പോൾ ആ 100 വർഷത്തിനിടെ ഇത് ഓർത്തിരിക്കുകയോ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകയോ അതിൽ നിന്നൊന്നും പഠിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയയുടെ മാപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ചെറിയ പ്രദേശങ്ങൾ, ചെറിയ ചെറിയ ഏരിയാസ് ആണല്ലോ, ഈ പ്രദേശങ്ങളിലുള്ള ഓരോ വീടുകളിലും ചെന്ന ഓരോ വീടുകളിലും അത്തരത്തിലൊരു അവബോധം ഓരോ ചെറിയ കുട്ടിക്കും, അതായത് അത്യാവശ്യം ബോധ്യം വരുന്ന ചെറിയ കുട്ടികൾക്ക് പോലും ഞാൻ താമസിക്കുന്നത് ഇത്തരമൊരു മേഖലയിലാണ്, ഇത്തരമൊരു മുന്നറിയിപ്പ് കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത്തരത്തിലൊരു അവബോധം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? നമ്മളൊരു പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആളുകൾക്ക് ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് ബോട്ടം ടു ടോപ്പ് അപ്രോച്ചും ടോപ്പ് ടു ബോട്ടം അപ്രോച്ചും ഒരുപോലെ പോകേണ്ടതാണ്. ഇപ്പൊ ഹസാർഡ് സ്റ്റഡീസ് ഒന്നും ഇത് അവിടുത്തെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് അപ്പുറമായിരിക്കും ചില കാര്യങ്ങളിൽ. പക്ഷെ ചില കാര്യങ്ങളിൽ ലോക്കൽ അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇത് രണ്ടുകൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് അവരെ നമ്മൾക്ക് അവരുടെ കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുകയും ചെയ്യും. അപ്പൊ അതിന് നല്ല സമയം എടുക്കും ശരിക്കും. ഇത് ഈ ഒരു അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസോഴ്സ് ഇന്റൻസീവ് ആണ്. അതുപോലെ ഈ ടഫ് മേഖലയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ഡെസ്ക്ടോപ്പിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇത് നമ്മൾ ഒരു മാപ്പിൽ ഒരു ഡെസ്ക്ടോപ്പിൽ ഇരുന്ന് ചെയ്യുന്നതിന് പകരം ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ ആക്സസ്, അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം, അതിനുള്ള മണി. ഇപ്പം ഒരു ഫീൽഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10,000 rupees ആ രീതിയിൽ പോകും. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലപ്പോഴും ഇത് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ ഇത് പല ആംഗിളിൽ നോക്കിയാലേ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീ ബിനോയ് തോമസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വയനാട്ടിൽ ആ ഒരു മേഖല അത് വളരെ പരിസ്ഥിതി അതീവ ദുർബല മേഖലയാണ്, അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു പുനരധിവാസം നടത്തുമ്പോൾ ഇതേ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ഇതിനോടടുത്ത് തന്നെ വീണ്ടും ഒരു പുനരധിവാസം നടത്തുക എന്ന് പറയുന്നത് വിവേകപൂർവമായ ഒരു നടപടിയല്ലെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അപ്പോൾ ഇനിയൊരു പുനരധിവാസം അത് ഏത് രീതിയിലായിരിക്കണം നടത്തേണ്ടത്? അവിടെ ഇനിയൊരു പുനരധിവാസം സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സൈലന്റ് വാലി പദ്ധതി എന്ന് കേട്ടിട്ടുണ്ട്. സൈലന്റ് വാലി പദ്ധതി late 70s 80s സൈലന്റ് വാലി പദ്ധതി ഉണ്ടായത്. അപ്പം എന്റെ വീടിന്റെ തൊട്ടടുത്ത് 2 ഡോക്ടർ ദമ്പതികളായി താമസിച്ചിട്ടുണ്ട്. അവര് ഒരുപാട് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുമായിരുന്നു. ഈട്ടി, തേക്ക്, ഇങ്ങനെയുള്ള ഒരുപാട്. അപ്പം നമ്മളൊക്കെ മേടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വിതരണം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഈ സൈലന്റ് വാലി പദ്ധതിയുടെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അന്നൊക്കെ നമ്മൾ സൈലന്റ് വാലി എന്നൊക്കെ കേട്ടങ്ങ് പോവുള്ളൂ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കിന് അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മാധവ് ഗാർഗിൽ. ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് മാധവ് ഗാർഗിൽ. ആ മാധവ് ഗാർഗിലാണ് ഇന്നിപ്പം ഈ ഗാർഗിൽ റിപ്പോർട്ട് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസും ഒക്കെ നടത്തി നമ്മൾ കേരളത്തിൽ ഇതുപോലെ ഡിസാസ്റ്റേഴ്സ് വരുമെന്ന് പറഞ്ഞ മാധവ് ഗാർഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തു. അത് ശരിയാണെന്ന് പറഞ്ഞ PT തോമസ്, നമുക്കറിയാമല്ലോ MLA PT തോമസ് അത് ശരിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് എന്തുമാത്രം തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് MLA സ്ഥാനം പോലും പോയി. ഇടുക്കി പ്രദേശങ്ങളിലൊക്കെയുള്ള ബിഷപ്പുമാരും എല്ലാം കൂടി അദ്ദേഹത്തെ വലിച്ചു ദൂരെ എറിഞ്ഞു. അപ്പം ഒരു മാഫിയ അവിടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ക്വാറി മാഫിയ നമ്മുടെ ഈ പ്രകൃതി ചൂഷണം ചെയ്ത് അവിടെ കുഴിച്ച് വെള്ളം കെട്ടി നിർത്തി ഓൾറെഡി നശിച്ച് പോയിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ എർത്തിൽ പോയാൽ, ഗൂഗിൾ എർത്തിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് പോയി നോക്കൂ. ഈ വയനാട് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്ന സ്ഥലം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു മലനിരകളാണോ ഇപ്പം ഒരുപാട് ഗർത്തങ്ങൾ, ഒരുപാട് കുഴികൾ നിറഞ്ഞ ക്വാറികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണോ? നമുക്ക് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വെള്ളം അവിടെ കെട്ടി നിന്ന് അത് താന്ന് അതിന് മഴ ശക്തമായിട്ട് തുടർന്ന് വരുമ്പോൾ അതിന് താങ്ങാൻ പറ്റില്ല. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനകളാണ് ഒരുപാടിത്. പക്ഷേ പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് ഒരിക്കലും തടുക്കാനാവില്ല, അത് വേറൊരു കാര്യം. എങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഇതുപോലെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ മുമ്പോട്ട് വന്നിരുന്നു. ആ സൈലന്റ് വാലി പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി. ആ സമരത്തിൽ പുള്ളിക്കാരത്തി ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഒരു കവിതയുണ്ട്, മരത്തിന് സ്തുതി എന്നൊരു കവിത നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്തുമാത്രം മനസ്സിൽ തട്ടി രചിച്ചിരിക്കുന്ന ഒരു കവിതയാണ്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ മലനിരകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ തന്നെ കൈവിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു പുനരധിവാസം ഇനിയും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു. ശ്രീ ജോൺസൺ തങ്കച്ചൻ, സാധാരണയായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓരോ ചേരി തിരിഞ്ഞ് ഓരോ വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതിപ്പോൾ ഭരണകൂടമായിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, ജനങ്ങളായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഈ ഞങ്ങൾ മാധ്യമങ്ങളായിക്കോട്ടെ, ആത്മവിമർശനപരമായി പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന ദുരന്തമുണ്ടാകുമ്പോൾ ഈ പരസ്പരം മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം ചാർത്തുന്നതിന് പകരം ഇതിന് മുൻപ് തന്നെ ഒരു ഏകോപിത സ്വഭാവമുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ഈ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമല്ലേ? കാരണം ഞാൻ പല വിദേശ നാടുകളിലും ഈവൻ ഭരണത്തിൻ്റെ ഏറ്റവും ചെറിയ ലെവലിൽ പോലും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയും പല നയ രൂപീകരണങ്ങളും അവർ ഭാഗഭാഗാക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരം ഒരു സംവിധാനം, ഇങ്ങനെ ഒരു പാർട്ടിസാൻ രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ടോ? ക്രിസ്റ്റീന പറഞ്ഞത് വളരെ സത്യമായ ഒരു കാര്യം ആണ് ഇന്ത്യയിൽ ഉള്ളത്. കാരണം പൊതുവായ ഈവൻ ഒരു ദുരന്ത മുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാത്തവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. അത് വളരെ ഖേദകരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യര് ദുരന്തം അനുഭവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവമായ ശ്രമം, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടായാലും, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും, അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യർക്കാണ്. നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടായത് ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്നത്. കാരണം അവരുടെ ജീവിതത്തെ തൊട്ട് കളിക്കുന്ന രീതിയിൽ ഉള്ള രാഷ്ട്രീയ നാടകങ്ങളും പരിപാടികളുമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ പൊതുജനങ്ങളുടെ മുന്നിൽ നിരാകരിക്കപ്പെടും. ഓക്കെ, അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിന്ന് ഇതിന് ശാശ്വതമായ പരിഹാരങ്ങൾ കാണുകയാണ് വേണ്ടത്. കാരണം വിനോദ് ചേട്ടൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആ മേഖലയിൽ ഇനി ആ 100-300 ആളുകൾ വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഗ്രാമം മൊത്തത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായാണ് ചെയ്തത്. അത് അങ്ങനെ പരമ്പരാഗത അപ്പനപ്പന്മാർ മുതൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവരെ പ്രോപ്പറായിട്ട് പുനരധിവസിപ്പിക്കണമെങ്കിൽ അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയക്കാർ ഒന്നടങ്കം ഇറങ്ങി ഈ ആളുകളെ ബോധവാന്മാരാക്കണം. ഈ പറഞ്ഞ പോലെ മുമ്പേ നമ്മളുടെ റോയ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ പോയി ഒരു കാര്യം പറയുമ്പോൾ ഈ ജനങ്ങളെ നിങ്ങളൊരു ദുരന്ത മുഖത്താണ്, നിങ്ങൾ വളരെ റിസ്കി ഏരിയയിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുള്ളൂ. കാരണം ഈ ഉദ്യോഗസ്ഥർ പോയി പറയുമ്പോൾ നിങ്ങളെ ഇവിടുന്ന് മനഃപൂർവ്വം ഇറക്കി വിടാൻ വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷത്തുള്ള ആളുകൾ പറയുമ്പോൾ
അവരുടെ കൂടെ നിൽക്കുവാൻ ഈ വികാരപരമായി ചിന്തിക്കുന്ന ജനങ്ങൾ, സാധാരണ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവരെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതുപോലെ അത് മാറ്റിവെച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ റിസ്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവർക്ക് അതിനൊരു ബോധ്യം ഉണ്ടാവും. ഓക്കെ, ആ ബോധ്യത്തിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി, മതസംഘടനകളെക്കാൾ ഉപരി ഒരു സാധാരണ മനുഷ്യരായി നിന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അത് നമുക്ക് കേരളത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതെ, അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ അത് ഭരണപക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ഒന്നു ചേർന്ന് അവർ ഒറ്റക്കെട്ടായി നിന്ന് ശാസ്ത്രീയമായ ഇക്കാര്യങ്ങളെ അവലോകനം ചെയ്ത് ഒരേപോലെ വീടുകളിലേക്ക് കടന്നു ചെന്ന് ഒരേപോലെ സമൂഹങ്ങളിലേക്ക് കടന്നു ചെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരുടെ സംശയങ്ങളെ, ഇത്തരത്തിലുള്ള ആശങ്കകളെ ദൂരീകരിക്കാനാകും. അത്തരത്തിലൊരു മനോഭാവത്തിൽ മാറ്റമുണ്ടാകും. അത്തരത്തിൽ മനോഭാവത്തിൽ മാറ്റമുണ്ടായെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നമുക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനോ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ നന്ദി. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അങ്ങ് പാർട്ടി ഭേദമില്ലാതെ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിന് അങ്ങ് അഭിനന്ദനം അർഹിക്കുന്നു. ഈ ചർച്ച സമയപരിമിതി മൂലം നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ഡോക്ടർ ഷിബു കെ മാണി, ശ്രീ ബിനോയ് തോമസ് ആൻഡ് ശ്രീ ജോൺസൺ തങ്കച്ചൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും 3 മാസം കൊണ്ട് പെയ്യേണ്ട പെരുമഴ ഒറ്റ രാത്രി കൊണ്ട് പെയ്തപ്പോൾ ഒരു ചെറിയ പ്രദേശം ഇല്ലാതായി മാറി. നമ്മൾ കാണേണ്ടാത്ത പല കാഴ്ചകളും നമ്മൾ കണ്ടു. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ കാത്തിരിക്കുന്ന ഒരു ജനതയായി മാറാതെ, ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം കൈകോർക്കുന്ന ജനതയായി മാറാതെ, ദുരന്തങ്ങൾ എങ്ങനെ നമ്മൾ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ജനസമൂഹങ്ങളും മത, സാമൂഹ്യ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഏകോപിത സ്വഭാവത്തോടുകൂടി തീരുമാനിക്കുന്ന ഒരു സമൂഹമായി മാറണം നമ്മൾ മലയാളികൾ. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള കറുത്ത രാത്രികൾ ഇനിയും കേരളത്തിലുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കട്ടെ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.